സിനിമ ടാക്കീസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന ചിത്രത്തെ കുറിച്ചാണ്. ഡയറക്റ്റഡ് ബൈ ഡൊമിനിക് അരുൺ. ഇതിന്റെ റൈറ്റർ ഡൊമിനിക് അരുണും ശാന്തി ബാലചന്ദ്രനും കൂടെയാണ് നിർവഹിച്ചിരിക്കുന്നത്. ഇതിന്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത് ജാക്സ് ബിജോയ് ആണ്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് കല്യാണി പ്രിയദർശൻ, നസ്ലിൻ, അരുൺ കുര്യൻ, ദുൽഖർ, സണ്ണി വേൽ തുടങ്ങിയവരാണ്. കല്യാണി പ്രിയദർശൻ ചന്ദ്രയായും നസ്ലിൻ സണ്ണിയായിട്ടും എത്തുന്നു. വിജയരാഘവനും ടോവിനോയും ഒരു ചെറിയ റോള് ഈ ചിത്രത്തിൽ ചെയ്യുന്നുണ്ട്. തരംഗം എന്ന ടോവിനോ ചിത്രത്തിന് ശേഷം 8 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലോക. മലയാള സിനിമയുടെ ലാൻഡ്മാർക്ക് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചിത്രമാണ് ലോക. നമ്മൾ കണ്ടു ശീലിച്ച മലയാള സിനിമയിലെ ശീലങ്ങൾ മാറ്റിവെച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ചിത്രമാണിത്. കഥ പറയുന്ന രീതി തന്നെയാണ് ഈ ചിത്രത്തെ മറ്റു ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. കല്യാണിയുടെ പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തെ മാറ്റുകൂട്ടുന്നത്. ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ് സംവിധായകൻ കല്യാണിക്ക് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്നത്. കല്യാണിയുടെ ആക്ഷൻ സീക്വൻസ് ഈ ചിത്രത്തിൽ കുറെ ഉണ്ട്. അത് കല്യാണി ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സാൻഡി മാസ്റ്ററും ചന്തു സലിംകുമാറും നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. നിഷാന്ത് സാഗർ, രഘുനാഥ് പളേരി തുടങ്ങിയവർ ഈ ചിത്രത്തിൽ ഉണ്ട്. അതുപോലെ തന്നെ 2 കാമിയോ റോളുകൾ ഈ ചിത്രത്തിൽ ഉണ്ട്. സിനിമയിൽ എന്നെ കൂടുതലും അത്ഭുതപ്പെടുത്തിയത് അതിന്റെ ബിജിഎമ്മും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ചെയ്ത ജാക്സ് ബിജോയുടെ മ്യൂസിക് തന്നെയാണ്. അത് കിടിലൻ ആയിരുന്നു. ചിത്രത്തിന്റെ VFX എഫക്ട്സും അതുപോലെ തന്നെ എഡിറ്റിംഗും ഈ ചിത്രത്തിനെ മാറ്റുകൂട്ടിയിട്ടുണ്ട്. നസ്ലിൻ ഈ ചിത്രത്തിൽ നല്ലൊരു വേഷമാണ് ചെയ്തതെങ്കിലും കല്യാണിയാണ് ഈ ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കർണാടകയിലാണ് ഈ ചിത്രത്തിന്റെ മെയിൻ ലൊക്കേഷൻ. ഒരു മലയാളി എടുത്ത ഹോളിവുഡ് സിനിമയുടെ ഒരു ഫീലാണ് എനിക്ക് ഈ സിനിമ നൽകിയത്. എനിക്ക് ഈ ചിത്രത്തില് ഫസ്റ്റ് ഹാഫിനേക്കാൾ ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് ആണ് കൂടുതലും ത്രില്ലടിപ്പിക്കുന്നത്. എന്റെ അഭിപ്രായത്തില് ഈ ചിത്രം ഒരു മസ്റ്റ് വാച്ച് സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. തിയേറ്ററിൽ തന്നെ പോയി നിങ്ങൾ കാണുന്നതായിരിക്കും നല്ലത്. ഈ ചിത്രം ഏകദേശം 2.5 മണിക്കൂറാണ് ഉള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു സിനിമ വിശേഷമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.